Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. റേഷൻ ഡീലേഴ്സ്. ഡീലർ എന്നാൽ അർത്ഥം വ്യാപാരി എന്നാണ് അർത്ഥം. റേഷൻ ഡീലേഴ്സ്, റേഷൻ വ്യാപാരികൾ. ഇൻ കേരള, കേരളത്തിലെ റേഷൻ വ്യാപാരികൾ. ഹോൾ ടോക്സ്, ഹോൾ ടോക്ക് എന്നാൽ ചർച്ച നടത്തുക എന്നുള്ള അർത്ഥമാണ്. കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ചർച്ച നടത്തി. ഇവിടെ ഹെൽ ടോക്ക് എന്ന് വായിക്കണം. സാധാരണയായിട്ട് പത്രങ്ങൾ തലക്കെട്ടുകൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ ഹെൽ ടോക്ക് എന്ന് വായിക്കണം. ചർച്ച നടത്തി. വിത്ത് മിനിസ്റ്റർ, മന്ത്രിയുമായിട്ട് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ചർച്ച നടത്തി. കോൾ ഓഫ്, ഇവിടെയും ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. കോൾ ഓഫ് എന്നാൽ റദ്ദാക്കുക, വേണ്ടെന്ന് വയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. കോൾഡ് ഓഫ് എന്ന് വായിക്കണം. വേണ്ടെന്ന് വച്ചു. ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക്, സ്ട്രൈക്ക് എന്നാൽ സമരം, പണിമുടക്ക്, സ്ട്രൈക്ക്. ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക്. ഇൻഡെഫിനിറ്റ് എന്നാൽ അർത്ഥം അനന്തമായ, ക്ലിപ്തമല്ലാത്ത, ഇതൊക്കെയാണ് അർത്ഥം. അനിർവചനീയമായിട്ടുള്ള പണിമുടക്ക് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ പിൻവലിച്ചു, വേണ്ടെന്ന് വച്ചു. റേഷൻ വ്യാപാരികൾ കേരളത്തിൽ മന്ത്രിയുമായിട്ട് ചർച്ച നടത്തി. അതിനെ തുടർന്ന് അവർ ഈ സമരം അവർ നടത്തുകയായിരുന്ന പണിമുടക്ക്, അനുവചനീയമായിട്ടുള്ള പണിമുടക്ക് പിൻവലിച്ചു. തിരുവനന്തപുരം. റേഷൻ ഡീലേഴ്സ് അക്രോസ് കേരള, കേരളത്തിൽ ആകമാനമുള്ള റേഷൻ വ്യാപാരികൾ ഓൺ മൺഡേ, തിങ്കളാഴ്ച, ഡിസൈഡഡ്, തീരുമാനിച്ചു, ടു എൻഡ് ദെയർ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക്, ടു എൻഡ്, അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു, ഡിസൈഡഡ് ടു എൻഡ് ദെയർ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക്, അവരുടെ അനിർവചനീയമായിട്ടുള്ള പണിമുടക്ക് നിർത്തലാക്കാൻ കേരളത്തിലെ ആകമാനമുള്ള റേഷൻ വ്യാപാരികൾ തിങ്കളാഴ്ച തീരുമാനിച്ചു. ആഫ്റ്റർ, ഇതിനു ശേഷമാണ് തീരുമാനിച്ചത്. ഡിസ്കഷൻസ് വിത്ത് സ്റ്റേറ്റ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ GR അനിൽ, സിവിൽ സപ്ലൈസ് മന്ത്രിയായിട്ടുള്ള GR അനിലുമായിട്ട് ചർച്ച നടത്തി. ഓക്കെ, ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഈ റേഷൻ വ്യാപാരികൾ ഈ സ്ട്രൈക്ക്, അവരുടെ പണിമുടക്ക് വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിച്ചത്, അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ദ സ്ട്രൈക്ക്, പണിമുടക്ക്, വിച്ച്, അത്, ഈ പണിമുടക്ക്, വാസ് ക്യാരിഡ് ഔട്ട്. ക്യാരി ഔട്ട് എന്നാൽ നിർവഹിക്കുക എന്നുള്ള അർത്ഥമാണ്. ക്യാരിഡ് ഔട്ട്, നിർവഹിച്ചു. ഈ പണിമുടക്ക് നിർവഹിക്കപ്പെട്ടു ബൈ 5 ഓർഗനൈസേഷൻസ്, 5 സംഘടനകളാണ് ഈ സമരം നടത്തിയത്. ആ സമരം വാസ് കോൾഡ് ഔട്ട്, ആ പണിമുടക്ക് വാസ് കോൾഡ് ഔട്ട്, വേണ്ടെന്ന് വച്ചു, നിർത്തലാക്കി, ഇതൊക്കെയാണ് അർത്ഥം. വാസ് കോൾഡ് ഓഫ്. ആഫ്റ്റർ, അതിനെ തുടർന്ന്. എ മീറ്റിംഗ് വിത്ത് ദ മിനിസ്റ്റർ, മന്ത്രിയുമായിട്ട് ഒരു ചർച്ച നടത്തി, ഒരു യോഗം നടത്തി. അതിനെ തുടർന്ന് ഈ സംഘടനകൾ നടത്തിയിരുന്ന ഈ പണിമുടക്ക് വേണ്ടെന്ന് വച്ചു, അത് നിർത്തലാക്കി. അനിൽ സെഡ്, മന്ത്രിയായിട്ടുള്ള അനിൽ പറഞ്ഞു, ദാറ്റ് ഓൾ റേഷൻ ഷോപ്സ്, എല്ലാ റേഷൻ കടകളും, വിൽ ഓപ്പറേറ്റ്, പ്രവർത്തിക്കും, ആസ് യൂഷ്വൽ, സാധാരണത്തെ പോലെ, പതിവ് പോലെ, ഫ്രം ട്യൂസ്ഡേ, ചൊവ്വാഴ്ച മുതൽ തൊട്ട്, ചൊവ്വാഴ്ച ദിവസം തൊട്ട് പതിവ് പോലെ എല്ലാ റേഷൻ കടകളും പ്രവർത്തിക്കുമെന്ന് മന്ത്രി അനിൽ പറഞ്ഞു. ദ ഡീലേഴ്സ് ഹാഡ് ബിഗൻ, വ്യാപാരികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ദ സ്ട്രൈക്ക്, പണിമുടക്ക്, ടു ഡിമാൻഡ് ആൻ ഇൻക്രീസ് ഇൻ ദർ കമ്മീഷൻ ആൻഡ് റേസ്ഡ് സെവറൽ അതർ ഇഷ്യൂസ്. ടു ഡിമാൻഡ്, ആവശ്യപ്പെട്ടുകൊണ്ട്, എന്താവശ്യപ്പെട്ടുകൊണ്ട്, ആൻ ഇൻക്രീസ്, ഒരു വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട്, ഇൻ ദർ കമ്മീഷൻ എന്നാൽ പ്രതിഫലം, ആൻഡ് റേസ്ഡ് സെവറൽ അതർ ഇഷ്യൂസ്, മറ്റുള്ള അനവധി പ്രശ്നങ്ങളും അവർ ഉയർത്തി. അതും പരിഹരിക്കണം. അതുപോലെ അവർക്കുള്ള പ്രതിഫലം അത് വർദ്ധിപ്പിക്കുകയും വേണം എന്ന്
ആവശ്യപ്പെട്ടുകൊണ്ട് റേഷൻ വ്യാപാരികൾ ഒരു പണിമുടക്ക് നടത്തി. വൺ ഓഫ് ദെയർ മെയിൻ ഡിമാൻഡ്സ്, അവരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒരു ആവശ്യം ആയിരുന്നു ഫോർ ദ കമ്മീഷൻ ടു ബി പെയ്ഡ് ബൈ ദ 10th or 15th ഓഫ് ഈച്ച് മന്ത്. എല്ലാ മാസവും 15-ാം തീയതിയോടുകൂടി അല്ലെങ്കിൽ 10-ാം തീയതിയോടുകൂടി അവർക്ക് അവരുടെ പ്രതിഫലം നൽകണം. ഇതാണ് അവരുടെ ആവശ്യങ്ങളിൽ ഒരു ആവശ്യം. ഇതായിരുന്നു ഒരു ആവശ്യം. ദ മിനിസ്റ്റർ, മന്ത്രി, അഷ്വർഡ്, ഉറപ്പു നൽകി ദാറ്റ് ദ പേയ്മെൻറ്റ്സ്, പ്രതിഫലം അവർക്ക് കൊടുക്കാനുള്ള പണം വുഡ് ബി മെയ്ഡ് ഓൺ ടൈം, അത് കൃത്യസമയത്ത് നൽകിയിരിക്കും. ഫോളോവിങ് ടോക്സ് വിത്ത് ദ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് മന്ത്രി സംസാരിച്ചു. അതിനുശേഷം മന്ത്രി ഉറപ്പു നൽകി അവർക്ക് നൽകാനുള്ള പ്രതിഫലം കൃത്യസമയത്ത് നൽകിയിരിക്കും. വിത്ത് ദിസ് അഷ്വറൻസ് എന്നാൽ വാഗ്ദാനം, ഉറപ്പു നൽകൽ, ഇതൊക്കെയാണ് അർത്ഥം. ഈ ഉറപ്പോടുകൂടി ദ പ്രൊട്ടസ്റ്റേഴ്സ്, പ്രതിഷേധക്കാർ, റേഷൻ വ്യാപാരികൾ, അഗ്രീഡ്, അവർ സമ്മതിച്ചു, ടു കോൾ ഓഫ് ദ പ്രൊട്ടസ്റ്റ്, അവരുടെ പ്രതിഷേധം, അവർ നടത്തുകയായിരുന്ന സമരം, പണിമുടക്ക് വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിച്ചു. അതിന് ദ മിനിസ്റ്റർ സെഡ്, മന്ത്രി പറഞ്ഞു. ആ സമരം പിൻവലിക്കുക എന്നുള്ള ആവശ്യത്തെ അവർ അംഗീകരിച്ചു, റേഷൻ വ്യാപാരികൾ. ഈ ഉറപ്പിനെ തുടർന്ന്, മന്ത്രി നൽകിയിട്ടുള്ള ഉറപ്പിനെ തുടർന്ന് ദ റേഷൻ ട്രേഡേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഹാഡ് അനൗൺസ്ഡ്, പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, ദി ഇൻഡിഫിനിറ്റ് സ്ട്രൈക്ക്, ഈ അനിർവചനീയമായിട്ടുള്ള പണിമുടക്ക്, സ്റ്റാർട്ടിംഗ്, ആരംഭിച്ചു, ജാനുവരി 27, ജാനുവരി 27-ാം തീയതി, ആഫ്റ്റർ ടോക്സ് വിത്ത് ഫൈനാൻസ് മിനിസ്റ്റർ KN ബാലഗോപാൽ. ജാനുവരി 27-ാം തീയതി ഈ സമരം, പണിമുടക്ക് ആരംഭിച്ചു. അവർ ചർച്ച നടത്തി ഫൈനാൻസ് മിനിസ്റ്ററായിട്ടുള്ള KN വേണുഗോപാലുമായിട്ട് അനിലുമായിട്ടും, ഈ മന്ത്രിയായിട്ടുള്ള അനിലുമായിട്ടും ചർച്ച നടത്തി. മന്ത്രിയായിട്ടുള്ള KN ബാലഗോപാലിനുമായിട്ടും ചർച്ച നടത്തി. ടു റിസോൾവ്, പരിഹരിക്കാൻ, ദർ ഡിമാൻഡ്സ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് ഈ മന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തി. ആ ചർച്ച എന്തായി? ഫെയിൽഡ്, പരാജയപ്പെട്ടു. ആ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ച പരാജയപ്പെട്ടു. അതിനെ തുടർന്ന് ജാനുവരി 27-ാം തീയതി ഈ റേഷൻ ട്രേഡേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഈ സമരം പ്രഖ്യാപിച്ചു. ആ സമരമാണിപ്പോൾ ചർച്ച നടത്തിയിട്ട് വേണ്ടെന്ന് വച്ചത്.